ഫസ്റ്റ് പി ജിയിലെ എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. കോവിഡ് കാലത്തെ അവധിക്ക് ശേഷം പുതിയ രീതികളിലൂടെ നമ്മുടെ പഠനം പുനരാരംഭിക്കുകയാണ്. അതിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത് ഇസഡ് ടെസ്റ്റിൻ്റെ വിവിധ ഉപയോഗങ്ങളെ പറ്റിയാണ്. അതിൽ ഒന്നാമത്തേത്, നമുക്ക് നൽകിയിരിക്കുന്ന പോപ്പുലേഷൻ മീൻ സത്യമാണോ അഥവാ ശരിയാണോ? അല്ല എങ്കിൽ നമ്മുടെ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ വ്യത്യാസമുണ്ടോ? മറ്റൊരർത്ഥത്തിൽ, നമ്മുടെ സാമ്പിൾ മീൻ പോപ്പുലേഷൻ മീനിനെ പ്രതിനിധീകരിക്കുന്നുണ്ടോ? തുടങ്ങിയ പ്രസ്താവനകൾ ശരിയാണോ എന്ന് വിലയിരുത്തുകയാണ് ഇവിടെ ലക്ഷ്യം വെക്കുക. അതിനായി സാമ്പിൾ സൈസ് വലുതായിരിക്കുമ്പോഴാണ് നമ്മൾ ഇസഡ് ടെസ്റ്റ് ഉപയോഗിക്കുക. അതിന് മറ്റ് അനുബന്ധമായിട്ടുള്ള നിബന്ധനകളുണ്ട് താനും. ഇസഡ് ടെസ്റ്റിന്റെ സമവാക്യം എന്ന് പറയുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. എക്സ് ബാർ എന്നാൽ സാമ്പിൾ മീൻ എന്നും മ്യൂ എന്നാൽ പോപ്പുലേഷൻ മീൻ എന്നുമാണ്. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നതിനായി വ്യത്യസ്ത നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ 3 ഇക്വേഷൻസ് നമുക്ക് ലഭ്യമാണ്. അതിലൊന്നാമത്തേത്, പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയുകയും സാമ്പിൾ സൈസ് ലാർജോ സ്മോളോ ആവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n എന്നാണ്. രണ്ടാമതായി, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയില്ല, സാമ്പിൾ സൈസ് ലാർജ് ആവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇക്വേഷൻ എന്നത് എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n എന്നാണ്. ഇവിടെ എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് സൂചിപ്പിക്കുക. മൂന്നാമതായി, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാതെ വരികയും സാമ്പിൾ സ്മോൾ ആവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n മൈനസ് 1 എന്നാണ്. ഇസഡ് ടെസ്റ്റിന്റെ പ്രോബ്ലം നമ്മൾ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മളതിന്റെ ഹൈപ്പോത്തിസിസ് എഴുതേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ എഴുതേണ്ടത് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ വ്യത്യാസം ഇല്ല എന്നാണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം: H0 ഈസ് ടു മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ 0. ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. അത് നമുക്ക് ഇപ്രകാരം എഴുതാം: H1 ഈസ് ടു മ്യൂ ഈസ് നോട്ട് ഈക്വൽ ടു മ്യൂ 0. താങ്ക് യു. Good morning to all of you. Today we are going to discuss the uses of ISAD test
First one is to test the given population mean when population standard deviation is known and samples are large. This test is intended to check the significant difference between observed mean and hypothesized mean. This test is used to check whether difference between sample mean and population mean is significant or it is only due to sampling fluctuation. Here, the null hypothesis is there is no significant difference between sample mean and population mean. That is, H0 is to mu is equal to mu 0. The alternative hypothesis is there is significant difference between sample mean and population mean. That is, H1 is to mu is not equal to mu 0. The equation of Z test is equal to Z is equal to x bar minus mu divided by standard error. Here, x bar indicates sample mean, mu indicates population mean. The standard error can be computed by the following method. First one, sigma divided by square root of n when population standard deviation is known and samples are large or small. Second one, s divided by square root of n when population standard deviation is unknown and sample is large. Third one, s divided by square root of n minus 1 when population standard deviation is unknown and sample is small. Thank you. ശ്രദ്ധിക്കുക, ഇവിടെ കാണുന്ന ക്വസ്റ്റ്യനിൽ ഒരു ടൈപ്പിസ്റ്റ് മിനിറ്റിൽ 60 വാക്ക് ടൈപ്പ് ചെയ്യുമെന്ന് പ്രസ്താവിക്കുന്നു. അത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് 50 തവണ ട്രയൽ നടത്തുകയും അതിൻ്റെ ഫലമായി 58 വേർഡ്സ് ആവറേജും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 7 വേർഡ്സുമായിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ശരിയാണോ എന്ന് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സാമ്പിൾ സൈസ് അത് 50 ആണ്, n എന്ന് പറയുന്നത് 50 ആണ്. പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത് 60 ആണ്. സാമ്പിൾ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ എന്ന് പറയുന്നത് 58 ആണ്. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 7 ആണ്. ദാറ്റ് ഈസ് എസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു നൾ ഹൈപ്പോത്തീസിസ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ഇസഡ് ടെസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ നൾ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ദെയർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അപ്പോൾ സാമ്പിൾ മീൻ നമുക്ക് തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ മീനും തന്നിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ നമുക്ക് നൾ ഹൈപ്പോത്തീസിസ് ഇവിടെ പറയാം. ഈ പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് ദ ക്ലെയിം ഓഫ് ദി ടൈപ്പിസ്റ്റ് ഈസ് ട്രൂ. അല്പോടെ സിംബോളിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ H0 ഈസ് ടു മ്യൂ ഈസ് ഈക്വൽ ടു 0. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ആയിട്ട് പറഞ്ഞാൽ H1 ഈസ് ടു മ്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇനി നമ്മളുടെ ഇക്വേഷനിലേക്ക് പോകാം. Z ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ.
ഇവിടെ നമ്മളെ സംബന്ധിച്ച് എക്സ് ബാർ അറിയാം, മ്യൂ അറിയാം, സ്റ്റാൻഡേർഡ് എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുന്നതിൽ ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ച് ചില നിബന്ധനകൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, സാമ്പിൾ സൈസ് ലാർജുമാണ്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സാമ്പിൾ സൈസ് ലാർജ് ആണ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ എങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ എന്നാണ്. അപ്പോൾ അതനുസരിച്ച് എസ് എന്ന് പറയുന്നത് 7, എൻ എന്ന് പറയുന്നത് 50. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 7 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 50 ഈസ് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 7.07. ദാറ്റ് ഈസ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0.99. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എക്സ് ബാർ ഉണ്ട്, മ്യൂ ഉണ്ട്, സ്റ്റാൻഡേർഡ് എറർ ഉണ്ട്. ഇനി നമ്മൾ ആ പറയപ്പെടുന്ന ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ 58 മൈനസ് 60 ഡിവൈഡഡ് ബൈ 0.99 is equal to minus 2 divided by 0.99 is equal to ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് -2.02. അപ്പോൾ ഇതാണ് നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുക. ഈ കാൽക്കുലേറ്റഡ് വാല്യൂ മൈനസോ പ്ലസ്സോ എന്നുള്ളത് നമ്മൾ പരിഗണിക്കുന്നില്ല. അത് മൈനസ് വന്നാൽ അത് നമ്മൾ പ്ലസ് ആയിട്ട് തന്നെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ടേബിൾ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റഡ് വാല്യൂ ഇവിടെ കിട്ടി, ഇനി നമുക്ക് ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഇസഡ് ടേബിളിൻ്റെ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലായതുകൊണ്ട് നമ്മളുടെ നൾ ഹൈപ്പോത്തീസിസ് എന്ത് ചെയ്യപ്പെടുന്നു? റിജക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തീസിസ് എന്താണെന്ന് ഓർക്കുക. അതായത് ക്ലെയിം ഓഫ് ദി ടൈപ്പിസ്റ്റ് ഈസ് ട്രൂ. അതാണ് നമ്മളുടെ നൾ ഹൈപ്പോത്തീസിസ്. അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദ ക്ലെയിം ഓഫ് ദി ടൈപ്പിസ്റ്റ് ഈസ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 60 വേർഡ്സ് ടൈപ്പ് ചെയ്യും എന്നുള്ള ആ പ്രസ്താവന നമ്മൾ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ശരിയല്ല എന്ന് ബോധ്യമായി. ആയതിനാൽ നമ്മളുടെ നൾ ഹൈപ്പോത്തീസിസ് റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ടൈപ്പിസ്റ്റ് പറഞ്ഞ ആ പ്രസ്താവന സത്യമല്ല എന്നുള്ളതാണ്. താങ്ക് യു. ഇപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള 2 എക്സസൈസ് കൂടെ ഉണ്ട്. അത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക.